പ്രസിദ്ധപ്പെട്ട ഡിസൈനറായ ഡിസൈൻ രംഗത്തെ അധികായനായ എന്ന് തന്നെ പറയാം ഹാഷിം പടിയത്താണ്. അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പോലും കഴിഞ്ഞ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. മാതൃഭൂമി, മനോരമ മുതലായിട്ടുള്ള പത്രങ്ങളിൽ ഡിസൈനറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ. എൻ്റെ അടുത്തിരിക്കുന്ന മിസ്റ്റർ നിതിൻ MCT ഗ്രൂപ്പ് ഓഫ് ഇനിഷ്യേഷൻസിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. അയാൾ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് സാലിം MCTയുടെ പബ്ലിക് റിലേഷൻസ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. MCT എന്ന പ്രശ്നത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനകം തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ആ പ്രസ്ഥാനത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. മെഡിക്കൽ കോളേജും ഇന്ത്യൻ കോളേജുകളും ഫാർമസി കോളേജുകളും ഡെന്റൽ കോളേജും ആയുർവേദ മെഡിക്കൽ കോളേജും ലോ കോളേജും അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഒന്നിനോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് MCT ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വർഷം തോറും 250 വിദ്യാർത്ഥികൾക്ക് പ്രവേശമുള്ള സ്വകാര്യ മേഖലയിലെ ഏറ്റവും ഒരേയൊരു മെഡിക്കൽ കോളേജാണ് MCT മെഡിക്കൽ കോളേജ്. അതേമാതിരി അതിൻ്റെ കീഴിലുള്ള MCT മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ 1500 ബെഡുകളോടുകൂടി അത് പ്രശസ്തമായ നിലയിൽ എല്ലാവിധ ആധുനിക ചികിത്സാ രംഗങ്ങളിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞ സ്ഥാപനമായി കഴിഞ്ഞിരിക്കുകയാണ്. 100-ലധികം PG കോഴ്സുകളുള്ള ഒരു കോളേജ് കൂടിയാണ് MCT മെഡിക്കൽ കോളേജ്. അതേമാതിരി 5 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 6 ഫാർമസി കോളേജുകൾ, പൊളിറ്റിക്കൽ കോളേജുകൾ, ലോ കോളേജ്, ആർക്കിടെക്ചർ കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, നഴ്സിംഗ് സ്കൂളുകൾ, അങ്ങനെ എല്ലാ രംഗത്തും ഉള്ള സ്ഥാപനങ്ങൾ MCT മുക്കത്തടുത്ത മങ്ങാശ്ശേരിയിലും അതിന് കുറച്ച് ചാത്താമംഗലത്തെ കളന്തോടും കുറ്റിപ്പുറത്തെ പാമ്പസുമായി എന്നിവിടങ്ങളിലായി 35 കോളേജുകളും പ്രസിദ്ധമായ ഹോസ്പിറ്റലുകളും MCT മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പറഞ്ഞ മാതിരി, അതുകൂടാതെ പ്രത്യേകമായ കണ്ണാശുപത്രിയും ചിൽഡ്രൻ ഹോസ്പിറ്റലും മാനസിക രോഗാശുപത്രിയും നടത്തി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ് കോഴിക്കോട്ടെ ഏറ്റവും പുരാതനമായ നാഷണൽ ഹോസ്പിറ്റൽ. ഇന്നിവിടെ കൂടുതൽ ഞാൻ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നൂറുകണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികളും ആയിരക്കണക്കിന് ജോലിക്കാരും ഒരുപാട് മറ്റ് പ്രാവീണ്യം നേടിയ അധ്യാപകന്മാരും മറ്റും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് MCT. ഇപ്പോൾ ഇവിടെ പുതുതായി തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള MCT കോളേജ് ഓഫ് ഡിസൈൻ ആ പ്രൊഫഷണൽ രംഗത്ത് തന്നെ ഒരു വേറൊരു പുതിയ കാൽവെപ്പാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. MCT ഡിസൈൻ എന്ന ഡിസൈൻ കാരിയർ ഇന്ന് വളരെയധികം പ്രചരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജോലി സാധ്യതകൾ വളരെയധികം കൂടിക്കൂടി വരികയാണ്. മിടുക്കന്മാരായ ക്രിയേറ്റീവ് മെന്റാലിറ്റിയും പ്രാക്ടിക്കൽ സ്കില്ലുമെല്ലാമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പറ്റിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോളേജ് ഓഫ് ഡിസൈൻ. അതിൻ്റെ കീഴിൽ പല വിഭാഗങ്ങളുമുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിസൈനുണ്ട്, ഇന്ററാക്ഷൻ ഡിസൈനുണ്ട്. അങ്ങനെ ഈ 3 ബ്രാഞ്ചുകളും ഞങ്ങളിപ്പം ആരംഭിച്ച് വെച്ചിട്ടുണ്ട്.
എല്ലാവിധ അഫിലിയേഷനുകളും ലഭിച്ചു കഴിഞ്ഞുള്ള കോളേജാണ്. APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെയും AICTE എല്ലാം തന്നെ അംഗീകാരം നേടി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും തന്നെ AICTE സ്ഥാപനങ്ങൾ ഉന്നത നിലവാരം പുലർത്തുന്നതിൽ വളരെ പ്രദർശിതമായിട്ടുള്ള സ്ഥാപനമാണ്. മിക്ക സ്ഥാപനങ്ങൾക്കും NAC അക്രഡിറ്റേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. മിക്ക ആസ്പത്രികൾക്കും NABH അക്രഡിറ്റേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഈ പുതിയ കോളേജ്. AICTEയുടെ മറ്റ് സ്ഥാപനങ്ങൾ തന്നെ ഉപകരിക്കുന്ന വിധത്തിലുള്ളൊരു കോളേജാണ് കോളേജ് ഓഫ് ഡിസൈൻ. കാരണം ഡിസൈനിങ് ഇന്നൊരു ഒഴിച്ചുകൂടാത്തൊരു മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ 25 നാളെ നമ്മുടെ എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത മുൻ മന്ത്രിയും പാർലമെന്റ് അംഗവും ജേർണലിസ്റ്റും പ്രസിദ്ധ എഴുത്തുകാരനും റിപ്പോർട്ടറുമെല്ലാമായ ശ്രീ ശശി തരൂർ നിർവഹിക്കുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ കഴിവത്ര സഹായസഹകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഞാൻ സന്ദർഭിക്കുന്നത്. ഈ സ്ഥാപനത്തെ പറ്റി കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ അതിൻ്റെ പ്രഗത്ഭനായ ഡയറക്ടർ ഹാഷിം അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഹാഷിം പഠിക്കും. ഞാൻ കോഴിക്കോടുകാരനാണ്. ഞാനിവിടെ പഠിച്ചത്. പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തതാണ് IIT ബോംബെയിൽ നിന്ന്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തതാണ്. ഞാൻ ഇൻഡസ്ട്രിയിൽ കുറേ വർഷം വർക്ക് ചെയ്തു. ഇൻക്ലൂഡിങ് പല പത്രങ്ങളിലും വർക്ക് ചെയ്തു, മനോരമയിലും വർക്ക് ചെയ്തു. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങിയ എറണാകുളത്ത്. ആ ഒരു സമയത്ത് ഞാൻ പല പത്രങ്ങളിലോട്ട് വർക്ക് ചെയ്തു. മാതൃഭൂമി, ദീപിക, മംഗളം, കുറേ പത്രങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേഖല വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അതിൽ അക്ഷരങ്ങളും പേജ് ലേഔട്ടും അതൊക്കെയായിരുന്നു. പിന്നീട് ഞാൻ ഒരു 20 വർഷത്തോളം പ്രാക്ടീസിന് ശേഷമാണ് ഒരു അക്കാഡമിക്സിലോട്ട് കടന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസോട് വർക്ക് ചെയ്ത്. ഞാൻ പൂനെയിലൊരു ഡിസൈൻ സ്കൂളിൽ വർക്ക് ചെയ്തു. ശേഷം ഞാൻ അഹമ്മദാബാദിൽ ഒരു ഡിസൈൻ സ്കൂളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് മലബാറിലെ ആദ്യത്തെ ഡിസൈൻ സ്കൂളാണ്. ഇവിടെ BDES എന്ന് പറഞ്ഞ പ്രോഗ്രാം 4-year പ്രോഗ്രാമാണ് ഓഫർ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഡിസൈനും കമ്മ്യൂണിക്കേഷനും ഇൻട്രാക്ഷൻ ഡിസൈനും ആണ് ഓഫർ ചെയ്യുന്നത്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. ഇതിനെല്ലാ അംഗീകാരങ്ങളും AICTE അംഗീകാരവും KTയുടെ അഫിലിയേഷനൊക്കെ ഉണ്ട്. ഇതിനൊരു പ്രത്യേക ആംബിയൻസും ഇതൊക്കെയാണ് ഈ ഡിസൈൻ എഡ്യൂക്കേഷൻ ആവശ്യമുള്ളത്. അതൊക്കെ ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട് ഈ ഞങ്ങളുടെ ക്യാമ്പസിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാവുന്നേ ഉള്ളൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കാണ് പിള്ളേർ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ സാധാരണ എഡ്യൂക്കേഷൻ പോലെ നമ്മൾ പഠിക്കുകയോ അങ്ങനെ എഴുത്ത് പരീക്ഷ അങ്ങനെയല്ല. ഇത് കൂടുതൽ വർക്ക് ഓറിയൻറ്റഡ് ആണ്. കൂടുതലും എവറി ഡേ ഒരു 1.5 hours ഉണ്ടാവുക. ഇനീഷ്യൽ സെഷൻസ് ഉണ്ടാവുക. അതിനുശേഷം അവർ വർക്ക് ചെയ്യണമല്ലോ. അത് സ്കൾപ്റ്റ് ചെയ്യും, അവർ വരയ്ക്കും, അവർ ഫിലിംസ് ഉണ്ടാക്കും, ഫോട്ടോഗ്രാഫി ചെയ്യും, പ്രൊഡക്റ്റ് ചെയ്യും, കമ്പ്യൂട്ടർ മോഡൽ ചെയ്യും. ഇതെല്ലാമാണ് അവർ പഠിക്കുന്നത്. 4 years ഇന്റൻസീവ് ആയിട്ട് കോഴ്സാണ്. നല്ല വൈക്കാൻ സ്കില്ലുള്ള ക്രിയേറ്റീവ് എബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല കോഴ്സാണ്. വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സാണ്. മറ്റു ഫീൽഡ് പോലെ ഇതിലത്രയും സ്കൂൾസ് ഒന്നും ഇല്ല ഇന്ത്യയിൽ. തന്നെ 100 താഴെയുള്ളൂ. അതുകൊണ്ട് വളരെയധികം ജോലി സാധ്യതകളുണ്ട്. എല്ലാ ഇൻഡസ്ട്രീസിലും ഇപ്പോൾ എല്ലാവരും വിഷ്വൽ മീഡിയ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സമയമാണ്. അതുകൊണ്ട് വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സാണ്. ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിന് ഒന്നുകിൽ അവർക്ക് അഹമ്മദാബാദിൽ പോകണം പഠിക്കാൻ, അല്ലെങ്കിൽ പൂനെ പോയിട്ട് ഇങ്ങനത്തെ കോഴ്സ് പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ തന്നെ പഠിക്കാം എല്ലാ സൗകര്യങ്ങളോടും കൂടി. ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഫാക്കൽറ്റിയും മറ്റും നല്ല ഡിസൈൻ സ്കൂളിൽ പഠിച്ച ഫാക്കൽറ്റിയും ഗസ്റ്റ് ഫാക്കൽറ്റിയും നല്ല വർക്ക്ഷോപ്സും ലാബ്സും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാവരും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിലും സമയങ്ങളൊപ്പം ഞാൻ ക്യാമ്പസ് വന്ന് കാണാനായിട്ട്. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോർമൽ ഇനോഗ്രേഷൻ ഞങ്ങൾ നാളെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ
ഓൾറെഡി സെപ്റ്റംബർ തന്നെ തുടങ്ങി. ഫസ്റ്റ് ഇയറിൻ്റെ കോഴ്സ് തുടങ്ങി. 27 സ്റ്റുഡൻസാണ് വരുന്നത്. ഈ വർഷം ഞങ്ങൾ ഇന്ത്യയും കൂടിയിട്ടുണ്ട്. അത്രയും ഇൻഫർമേഷൻ അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനാഗുറേഷൻ നാളെയാണ് സംഭവിക്കുക. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. വന്ന് കോളേജ് കാണാനും